അല്ലടി നീ എവിടേക്ക് ബക്കറ്റ് തൂക്കിട്ട്? ഇളയമേ, ഇവിടെ വെള്ളം കുറവാ. തുണിയൊക്കെ അലക്കാൻ ഞാൻ കുളത്തിൽ പോകാൻ നിൽക്കുക. ഇനി ഇതിന്റെ പേരിൽ അവിടെ പോയി നാട്ടുകാരെ കൊണ്ട് മുഴുവൻ സംസാരിച്ച് കുറെ സമയം നിൽക്കണ്ട. ഇവിടെ പണിയുള്ളതാ, വേഗം വരണം. എടി താരെ, അവിടെ നിക്ക. പിന്നെ നാളെ നിന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി നിക്കണം. പെണ്ണ് കാണാനോ? അയ്യോ ഇളയമ്മേ, എനിക്കിപ്പൊ തന്നെ കല്യാണം വേണ്ട. കല്യാണം വേണ്ടോന്നോ? നീയാണോ തീരുമാനിക്കുന്നത്? അതല്ല ഇളയമ്മേ, എനിക്ക് പഠിച്ചെന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നല്ലൊരു ജോലിക്ക് കയറണം. അത് മാത്രം എന്റെ ലക്ഷ്യം. ഇപ്പോ അവന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ നീ അധികം പറ്റാടി. നീ ഇവിടെ ഉള്ള കാരണം 2 മക്കളും ഇങ്ങോട്ടേക്ക് വരാത്തത്. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, അല്ലെങ്കിൽ അച്ഛനും മോളിൽ ഈ വീട്ടിൽ ഞാൻ പുറത്താക്കും. എന്താ മോളെ, നീ എന്താ ഇവിടെ ഒന്ന് കരഞ്ഞിരിക്കുന്നു? അച്ഛ, ഇളയമ്മ പറഞ്ഞത് കേട്ടില്ലേ? നാളെ എന്നെ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുന്നത്ര. എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛ. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം. ഒന്ന് ഇളയമ്മനോട് പറയാം പ്ലീസ് അച്ഛ. മോളെ, അവളുടെ അടുത്ത് പറഞ്ഞത് കാര്യമില്ല. അവളുടെ സ്വഭാവം എനിക്ക് അറിയുന്നില്ലേ. ആകുന്ന കാലത്ത് നിന്റെ അച്ഛനൊന്നും ഉണ്ടാക്കണില്ല. നിന്റെ അമ്മനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇതൊരു നരകോ മോളെ. നീ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ചിലപ്പോ ഈ കല്യാണം ദൈവമായിട്ട് കൊണ്ടുവന്നായിരിക്കും. അച്ഛന് അത്രേ പറയാൻ പറ്റുള്ളൂ മോളെ. അമ്മ, എനിക്ക് അടുത്ത തിങ്കളാഴ്ച ഒരു 2 ലക്ഷം റുപ്യ ഒപ്പിച്ചു തരണേ. 2 ലക്ഷോ? നിനക്ക് എന്തിനാണ് അപ്പൊ ഇത്രയും പൈസ? അത് പാർട്ട്ണർഷിപ്പിൽ ഞാൻ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഷെയർ കൊടുക്കാനാ. ഇനിയും ബിസിനസ്സോ? അല്ലടാ, നീ കഴിഞ്ഞ ആഴ്ച കണ്ണന് ചെക്ക് മറങ്ങുമ്പോ അതൊന്ന് 2 ലക്ഷം കൂടുതൽ എടുത്തല്ലോ. അപ്പൊ അതെന്തിനാ? അത് ഞാൻ വേറൊരു കാര്യത്തിന് എടുത്താ. പിന്നെ ഈ പൈസ എന്തായാലും ഒപ്പിച്ചു തരണമേ, അത്ര അത്യാവശ്യമാ. ഇതൊക്കെ അവന്റെ പൈസയാണ്. പക്ഷെ നീ അധികം ദൂർത്തടിക്കാൻ നിക്കല്ലേ. ഇതൊക്കെ ബിസിനസിന് തന്നെയാണോ? ബിസിനസ് ചെയ്യാൻ തന്നെയാണമ്മ, അല്ലാണ്ട് ദൂർത്തടിക്കാന്നല്ല. അമ്മ എങ്ങനെ ഒപ്പിച്ചതാ. എന്നപ്പോ എനിക്ക് ചെക്ക് മാറുമ്പോ തന്നെ വേണ്ടത് എടുത്താ പോരെ? ഇനിയിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യാ? തേങ്ങയാണെങ്കിൽ വിറ്റും പോയി. ഒരു കാര്യം ചെയ്യാ, കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഒരു ചെക്കും കൂടി ഒപ്പിടിച്ച് വാങ്ങിക്കാം. അതൊന്നും വേണ്ടത് എടുത്തോട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കല്ലേ. അമ്മ എങ്ങനെ ആ ചെക്ക് മേടിച്ചതാ? വേണ്ട, ഞാൻ എടുത്തോളാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് മേടിക്കുമ്പോഴേ അവൻ എന്തെങ്കിലും ഡൗട്ട് വന്നോ? 24 മണിക്കൂറും കള്ളും കുടിച്ച് നടക്കണം. അവൻ എന്ത് ഡൗട്ട് തോന്നാനാ? ഞാൻ പറയണത് അവിടെ കണക്ക്. നാളെ രാവിലെ ഞാൻ ചെക്ക് വാങ്ങിച്ചു തരാം. നീ വേണ്ടത് എടുത്തോ.
ആ മല്ലികേ, പെട്ടെന്നായിരുന്നു, ആരെയും അറിയിക്കാൻ പറ്റിയില്ല. ഇല്ലില്ല, ഇന്നലെ കഴിഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ സ്വഭാവം അറിയുന്നതല്ലേ. കുറച്ചാളുകൾ കുട്ടീനെ താലി കെട്ടിക്കൊണ്ട് വന്നതാ. ആ, അമ്പലത്തിൽ തന്നെയായിരുന്നു. ആ, പിന്നെ ഒരു കാര്യം ചെയ്യും, ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് വരും, വന്ന് കുട്ടീനെ കണ്ടിട്ട് പോകാലോ. ആ എന്നാ ശരി, എന്നാ ശരി ശരി. ആ പിന്നെ ഇവരിനെയൊക്കെ അറിയിച്ചല്ലേ കല്യാണം നടത്തുന്നത്, വേറെ പണിയില്ല. ആ മോളെ, നേരത്തെ എണിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ആന്റി. കണ്ണൻ എണീറ്റോ മോളെ? ഇല്ല, എണീറ്റിട്ടില്ല. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നോ കണ്ണൻ? ഇതുവരെയായിട്ടും എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ആ, പിന്നെ അതൊന്നും സാരമില്ല മോളെ, ഇന്നലെയല്ലേ കല്യാണം കഴിഞ്ഞുള്ളൂ. അതിന്റെ മുൻപ് നിങ്ങൾ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഒന്ന് ശരിയാവും. എന്നാ ഇതിൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്, കഴിച്ചോളി രണ്ടാള്. പിന്നെ ഈ പൈസ കണ്ണന് കൊടുക്കട്ടോ. എന്നാ ശരി മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ശരിയെന്നാ. അതെ, ആന്റി വല്ല പൈസ തന്നിനോ? ആ, തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ടേബിളിന്റെ മേലെ വെച്ചിട്ടുണ്ട്. ചായ കുടിക്കുന്നില്ലേ? ചായ ഞാൻ പുറത്തുനിന്ന് കുടിക്കാം. പിന്നെ ഇവിടെ പാത്രങ്ങളും സാധനങ്ങളൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കാൻ. വാങ്ങിച്ചു തരാണെങ്കിൽ ഞാൻ ഉണ്ടാക്കോളാം. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ആന്റി കൊണ്ടുവരും, അത് നീ കഴിച്ചോ.